അതുപോലെ തീരദേശം മൊത്തം കോൺഗ്രസ് തരംഗമായിരിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. മലയാളി വാർത്തയുടെ ഭീമാപള്ളിയിലെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ പ്രതികരിക്കുകയാണ്. അവരുടെ വോട്ടുകൾ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ വോട്ടൊക്കെ ചെയ്ത് നമ്മൾ അടിപൊളിയായി. തിരുവനന്തപുരത്ത് ആര് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? പിന്നെ വേറെ വോട്ട് പാഴാക്കാൻ വേണ്ടിയില്ല ചെയ്യുന്നത്, ജയിക്കാൻ വേണ്ടി ചെയ്ത കുമ്മനം രാജശേഖരനെ പോലുള്ള കരുത്തുറ്റ എതിരാളികളുണ്ട്. മുൻ മന്ത്രിയായിട്ടുള്ള CPIയുടെ പ്രബുദ്ധനായിട്ടുള്ള നേതാവ് C. ദിവാകരനുണ്ട്. അപ്പോൾ ഇത്തവണ ഹാട്രിക് നേടുമെന്നാണ് വിചാരിക്കുന്നത് ശശി തരൂര്? തീർച്ചയായും നമ്മളെ ഉറപ്പാണ്. ശശി തരൂർ തന്നെ ജയിക്കും. ആര് നാട് നന്നാക്കുമ്പോൾ അവരിനൊക്കെ വോട്ട് ഇട്ട് കൊടുക്കും. നാട് നന്നാക്കും, പാവങ്ങളെ സഹായിക്കണം. ഇത് തന്നെ നമ്മളെ പ്രതീക്ഷ. കഴിഞ്ഞ ഓക്കിയൊക്കെ ഉണ്ടായപ്പോൾ ഈ BJP ആയാലും LDF ആയാലും ഈ കോസ്റ്റ് ഏരിയയിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സമയത്തായാലും ശശി തരൂരും ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും ശിവകുമാർ നേതൃത്വത്തിലാണ് ഇവിടെ ഹോക്കിയിൽ പുനരധിവാസ പദ്ധതികളും മഴയത്തും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ദിവാകരനെ 1.5 കിലോമീറ്റർ അപ്പുറമാണ് താമസിക്കുന്നത്. പുള്ളി ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ തീരദേശം മൊത്തം കോൺഗ്രസ് തരംഗമായിരിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. പിന്നെ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ തന്നെ നിൽക്കത്തുള്ളൂ. എപ്പോഴും കോൺഗ്രസിൻ്റെ ചായ്വാണ്. പാരമ്പര്യമായിട്ട് കോൺഗ്രസിൻ്റെ അനുകൂല സ്ഥലങ്ങളാണ്. അപ്പോൾ ദിവാറിന് എത്രത്തോളം ചാൻസ് ഉണ്ട്? LDF തിരുവനന്തപുരം ലോക്സഭയിൽ ഈ പ്രാവശ്യം 40% പോസ്റ്റൽ ബലറ്റിൽ നിന്ന് ദിവാരൻ വോട്ട് പിടിക്കും. പുതിയ തലമുറ, പുതിയ വോട്ടർമാരെല്ലാം LDFൻ്റെ കൂടെയാണ്. അവര്